വെൽക്കം ടു ഇയോൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇന്ന് ഞാൻ IELTS പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് ടിപ്സുകൾ പറഞ്ഞുതരാവേ. കൂടുതൽ പേർക്കും റീഡിങ്ങിന് ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റീഡിങ്ങിനുള്ള പാരഗ്രാഫുകൾ കിട്ടുന്ന സമയത്ത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ടൈറ്റിൽ വായിച്ചു നോക്കുക. ആ ഒരു ടൈറ്റിലിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് തവണ വായിച്ച് മനസ്സിലാക്കുക എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഒരു തവണ വായിച്ചിട്ട് മനസ്സിലായില്ല എങ്കിൽ വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനകത്തുള്ള കീ വേർഡുകൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ആ ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അണ്ടർലൈൻ ചെയ്ത് പോവുക. ആ ഒരു കീ വേർഡുകൾ നമ്മൾ പാരഗ്രാഫിൽ കാണുന്നത് അണ്ടർലൈൻ ചെയ്ത് പോവുക. ലൊക്കേഷൻസോ നമ്പേഴ്സോ ഏതെങ്കിലും പ്ലേസസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്താൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇത് നമുക്ക് പിന്നീട് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് വളരെയധികം ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ.